മുതലാളി കൊച്ച രാഘവൻ എവിടെ? ലോറിയെ തീരുമാറ്റി പോയിരിക്കുക. ഓഹോ. ഈ ഭിത്തിയൊന്നും തേച്ചിട്ടില്ലല്ലേ? ശരി, നമുക്ക് തേപ്പിച്ചല്ലേ. വെച്ചേ, നിന്നെ കണ്ടപ്പോ പോലെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം നിന്നോട്. സാധാരണ എനിക്കങ്ങനെ ആരോടും തോന്നാറുള്ളതല്ല. വക്കീൽ സാറോ? വരവുണ്ടായിട്ട് ഇരിപ്പാ, അകത്തേക്ക് കയറാം. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ആഹാ, എന്നാ ഇരിക്കണ്ട, കാര്യം പറഞ്ഞ ഉടനെ അങ്ങ് വയ്ക്കൂ. അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല, ചില കാന്താരിമുള കടിക്കുന്ന പോലെ. അവിടെ ഇരിക്കടാ. ഓ, ഗൗരവത്തിലാണല്ലോ. നീ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പുറപ്പെടാനിരിക്കായിരുന്നു. എന്താണോ കാര്യം? നിന്റെ അമ്മാവൻ എനിക്ക് സ്വൈരം തരുന്നില്ല, അറിയാവോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും താമസിപ്പിച്ചു. ഇനി കല്യാണം നീട്ടിക്കൊണ്ടു പോകാൻ വയ്യെന്ന്. എടാ, അമ്മണിക്ക് വേറെ ആലോചനകൾ വരാഞ്ഞിട്ടൊന്നും അല്ല, നിന്നെ മതിയെന്നാ അവക്ക്. എന്താണോ നിനക്ക്? ഞാൻ വന്നത് അമ്മയെ കൊണ്ടുപോകാൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ട് വരാടാ. അതുവരെ ഞാൻ എന്തെങ്കിലും ആഹാരം കഴിച്ച് ജീവിച്ചിരിക്കണ്ടേ? ആ വക്കൻ ചെറുക്കൻ എവിടെ പട്ടണക്കിട്ട് കൊല്ലുക. കല്യാണം കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്കൊരു ഭാര്യയും കൊണ്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് അമ്മ അന്വേഷിച്ചോ? ശരിയാ, അമ്മ വരാവിടാ. ഇനി ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്. അതവിടെ വരുമ്പോ പറയാം. ഇതാണോടാ നിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്? മതിയടാ നിന്റെ വക്കീൽ പണി, ഇവിടുത്തെ താമസം. അത് ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടമാണ്. അമ്മ ഒന്ന് കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കണ്ടിട്ട് ഞാനങ്ങ് സമ്മതിച്ചിരണം അല്ലേ? അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അമ്മ പറയുന്നുള്ളൂ ഞാൻ കേട്ടു. മോളെ, എത്ര നേരമായി നീ ഇങ്ങനെ നിൽക്കുന്നു? ഇങ്ങോട്ട് ഇരുന്നേ. വേണ്ടമ്മേ, ഞാനിവിടെ നിന്നോളാം. സാരമില്ല മോളെ, വന്നേ. മോളെ, ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്തിനാണെന്ന് അറിയാവോ? എനിക്ക് നിന്നെ ഇഷ്ടമാവരുത്, അതിനു വേണ്ടിയാ. എന്റെ ആഗ്രഹം ബാലു എന്റെ ആങ്ങളുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു. അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു, നിന്നെ കണ്ടു. നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി. കാപ്പി കുടിക്കായിരുന്നു. വരുമോളെ. അമ്മ എന്താ അവളോട് സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ നിന്റെ അമ്മാവനോട് എന്താ പറയാ? കേട്ടോ രോഹിണിയമ്മേ, ഇവിടെ കല്യാണാലോചനമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. വന്നിട്ടുള്ള ചെറുക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം, കുടുംബ മാഹാത്മ്യം, ഇതൊക്കെ അറിയണ്ടേ? എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ. ബാലേന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം, ആ സ്വഭാവം, ആ നടപ്പ്, എല്ലാറ്റിലും ഉണ്ടത്. ആ നടപ്പിലും എടുപ്പിലും എല്ലാം. അയ്യോ മതി. അപ്പോ രോഹിണിയമ്മേ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പറ്റില്ല. കല്യാണ തീയതി എത്രയും വേഗം നിശ്ചയിക്കണം. കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ?
അത് മാത്രമല്ല, കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ആ ഒത്തുചേരലുണ്ടല്ലോ, പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേണം മാറി. എടാ അമ്പലക്കാരെ, മൂത്രച്ചിട്ടും തീർന്നില്ല നിന്റെ കാമഭ്രാന്ത്. ഞാൻ തീർത്തു തരാം. അവിടെ ഇറങ്ങി വേണം പട്ടി. എവിടാ അതിന്റെ തണ്ട? പെണ്ണെ, ഞാൻ കള്ളടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടോ? ഒച്ച കേൾക്കാൻ റെഡി. ചേച്ചി കാണാൻ ഒരു കൂട്ടി വന്നിരിക്കകത്ത്. ആണോ? എന്റെ അവരെ കൂടെ വിളിയടാ. അവര് കേൾക്കട്ടെ നിന്റെ തന്തയുടെ കോടതിയാരം. ജനാർദ്ദന, പൊന്നു രാഘവ, ഒന്ന് ബഹളം വെക്കാതിരി. എന്താ അതിന് കാര്യം? എന്താ കാര്യമെന്നോ? ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടുകാരേക്കാ, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോന്റെ ഇവിടെ എന്തുണ്ടായി? ഇവിടെ അല്ല, എന്റെ വീട്ടില്. ഞാനില്ലാത്തപ്പോ കയറി വന്നിരിക്കുന്നു ഇവിടെ പിടിക്കാൻ. നീ ആരാടാ? നീ എന്താ ചെയ്യുന്ന? എന്നാടാ കൊണ്ടുവന്നിരിക്കുന്നു. നിനക്ക് എന്താന്ന് വെച്ചാ ചെയ്യടാ. അപ്പോഴേ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് പെണ്ണെടുക്കാൻ വന്നിരിക്കുക. ഈ തെണ്ടിയെ കണ്ടാ കുളിക്കണം. ഞാൻ നാടി നിന്റെ മോളെടുത്ത് ഇവിടെ പലർന്നു നിൽപ്പില്ലേ? നിന്നെ കാള കയറി പിടിക്കാൻ പാടില്ലായിരുന്നോ? ണ്ട് മജി, ദാ താക്കോൽ. മോളെ, ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? നീ വിചാരമൊക്കെ ഒന്ന് മതിയാക്ക്. ചേച്ചി, ഒരു കത്തുണ്ട്.
എന്താ മോളെ, ആരുടെ കത്ത? ബാങ്കിൽ നിന്നാ. അപ്പോയിന്റ്മെന്റ് ആണ്. തിങ്കളാഴ്ച ജോലി ചേർന്നു. ഹേമാജി, സാർ, ഇത് ന്യൂ അപ്പോയിന്റ്മെന്റ് പ്രമീള. ആ SB അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. പ്രമീള, ബാങ്കിന്റെ ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യു ഷുഡ് നെവർ റിവീൽ ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. ഹേമാജി, അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക്? ജോസഫൂട്ടി, സ്ത്രീ ജനങ്ങൾ വർദ്ധിക്കുന്നു. ജോലിയിൽ ശ്രദ്ധിക്കൂ, കണക്ക് തെറ്റരുത്. ഓ ശരി. ആളെങ്ങനെയാ? ഒരു പൊടി രോഗിയാ. ഈ കാണുന്ന ജാടകളൊക്കെ ഉള്ളൂ. പ്രമീളയിരിക്കും. പണക്കമുണ്ട്. ഹലോ. എനിക്ക് ആശ്വാസമായി. ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഹേമേ, വന്നിരുന്നതേ ഉള്ളൂ. തുടങ്ങിയോ ലാത്തി ചാർജ്? ജോസഫ് കുട്ടി, ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോയല്ലേ? ആ, നാടെവിടെയാ? വൈക്കത്താ. ഇവിടെ താമസം? അമ്മയുടെ വീട്ടിൽ. കൊള്ളാം. കണ്ണിൽ കണ്ട ഹോസ്റ്റലിലൊക്കെ താമസിച്ച് വയറ് ചീത്തയാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ. ആ, കല്യാണ തിരക്ക് താലി കെട്ടാൻ മറന്നു. പ്രധാന കാര്യം ചോദിച്ചില്ല. വിവാഹിതയാണോ? എന്താ, മരിച്ചുപോയോ? അയ്യോ, ഞാൻ വിവാഹിതയല്ല. ഹേമേ. ആ, പോൾ. ആരാ? മറ്റാരാ ഹേമയെ വിളിക്കാൻ? തന്റെ ആള് തന്നെ. ഭർത്താവാണേ. ഇവിടെ ഒരു മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് മാനേജരാണ്. ഹലോ. മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്. ചൂടാക്കി വൃത്തിയായി കൊടുക്കണം. മോന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് ഓഫീസിൽ പോയാൽ മതി. ആ പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ. ശരി. ആ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ലേ മോളെ? ഞാൻ വിചാരിച്ചു നിനക്ക് ബസ് വല്ലതും തെറ്റി കാണുമെന്ന്. നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ? ആകെ ഒരാളേ ഉള്ളൂ, ഹേമാവതി. ഇരിക്കെ. അയ്യോ, എന്താ ഇതൊക്കെ? എനിക്കൊന്നും വേണ്ട. എനിക്ക് സന്തോഷമല്ലേ. GSC ഫുഡ്സിന്റെ അക്കൗണ്ടിൽ ഞാൻ റെമിറ്റ് ചെയ്തിട്ടുണ്ട് സാർ. സാർ നോക്കൂ. ആ ചെക്സ് എല്ലാം പാസ്സാക്കട്ടെ സാർ. ഫണ്ട്സ് ഉണ്ടല്ലോ സാർ. ഫണ്ട്സ് ഉണ്ടല്ലോ. ഉണ്ട് സാർ. ആ, എടി, വരുന്ന്. ഇവിടെ മുടിഞ്ഞവളെ ഇതാ വരുന്നെന്ന് പറഞ്ഞു കേട്ടില്ലേ? കുന്തം. ഓ, അതൊന്നും നിർത്ത. ഇതാ വരുന്നെന്ന്. ഇവർക്ക് എന്നത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് ചെയ്യും. കാര്യം എന്താണെന്ന് പറ. മുടിഞ്ഞവളാണെന്നോ? എന്താ ഞാൻ മുടിച്ചത്? അങ്ങനെ കാര്യം പറഞ്ഞേച്ച് തല്ലിനുവാ, ചുമ്മാ കയറി വരാതെ. എടി, നീ അങ്ങ് പേടിച്ചോ? ഇത് ഞങ്ങളുടെ പതിവാ. ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവൾക്ക് ഉറക്കം വരില്ല. സുധേഷ, ഞാൻ പറയാറില്ലേ പ്രമീള ബാങ്കിലും മിണ്ടാപ്പൂച്ച.